Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്ലേ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ സുഖമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ ക്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഉപ്പും ആ വെള്ളം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഉപ്പൊന്ന് ഡിസോൾവ് ആയി കിട്ടാൻ എത്ര വേണം അതിനനുസരിച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മൈദയാണ്. അത് 1 കപ്പ് മൈദ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കൊരു മാവ് പരുവാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മാവ് ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. ക്ലേയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ മാവ് നന്നായി കുഴച്ച് ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ മാവ് നല്ലപോലെ കുഴച്ച് നമുക്ക് ക്ലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പരുവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലേ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെറൈറ്റി ക്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ബോൾസ് ആക്കി വെച്ചിട്ട് ഓരോ ബോൾസിലേക്ക് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ബോൾസിൽ ഒരെണ്ണത്തിലേക്ക് നമുക്കൊരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. അതുപോലെ നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴയ്ക്കണം. ആ ഒരു കളറും ആ മാവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട്. അപ്പോൾ നല്ലോണം കളറാക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്തിട്ട് വെറൈറ്റി ക്ലേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ, റെഡ്, യെല്ലോ ഈ 5 കളേഴ്സാണ്. പിന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഹോം മെയ്ഡ് കളേഴ്സാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ ഈ 3 കളറ് ഞാനതിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വെറൈറ്റി ക്ലേ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേനും എയർ കടക്കാത്ത രീതിയിൽ എടുത്ത് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കാൻ പറ്റുന്ന വല്ല ബോക്സോ അല്ലെങ്കിൽ ഒട്ടും എയർ കടക്കാത്ത രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളെ വേണ്ടൂ നമുക്കിത് ചെയ്യാനായിട്ട്. വളരെ ഈസിയുമാണ്. പിന്നെ നമുക്കിത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വരും വീഡിയോസിൽ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്ലേ ക്രാഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പറയാനുള്ളത് നമ്മുടെ ഗിവ് അവേയുടെ കാര്യമാണ്. എല്ലാവരും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1K വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്ക് കഴിയാനായി. 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീഡിയോയിലായിരിക്കും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ see you with another one. Until then, take care. Assalamu alaikum.